പത്തനംതിട്ടയിൽ പോക്സോ കേസ് പ്രതി എന്നാരോപിച്ച് ഹൃദ്രോഗിയായ യുവാവിന് പോലീസിന്റെ ക്രൂരമർദ്ദനം. കൂടൽ പോലീസ് മർദ്ദിച്ചത് 20-കാരനായ യുവാവിനെയാണ്. ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടും ക്രൂരമായി ബൂട്ടിട്ട് ചവിട്ടിയെന്നും കാൽവെള്ളയിൽ ചൂരൽ കൊണ്ട് അടിച്ചുവെന്നും യുവാവ് കൈരളി ന്യൂസിനോട് പറഞ്ഞു. അപ്പോഴത്തേന് പിന്നെ ഇവരെന്നെ കോട്ടഡ്സിൽ കൊണ്ടുപോയിട്ടിട്ട് അടിക്കുമായിരുന്നു. അടിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവർ ചോദിക്കുന്ന കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല സത്യത്തിൽ. അപ്പോൾ ഇവരോട് ഞാൻ പിന്നെയും ചോദിക്കുന്നു, സാറേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്നിട്ട് ഇവർ മാറി മാറി ചൂരലും കൊണ്ട് അടിക്കുമായിരുന്നു കാലിൻ്റെ വെള്ളയ്ക്ക്. അപ്പോഴത്തേനും പിന്നെ ഞാൻ സാറിന് അതായത് മറ്റേ പോക്സോ കേസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവർ ചോദിക്കുന്നത്. അപ്പോൾ എനിക്ക് അതിനെപ്പറ്റി എനിക്കൊരു ഇതും അറിയത്തില്ല. കാരണം ഒരു തെളിവുകളും എൻ്റെ ഫോണിലായാലൊന്നും ഇല്ല. അപ്പോൾ ഞാൻ അപ്പം എനിക്ക് ഇവർ പേര് പറയുന്നത് എനിക്ക് ആ ആളെ എനിക്ക് അറിയത്തില്ല. അങ്ങനെ പിന്നെ ഫോട്ടോ കാണിച്ചപ്പോഴത്തേനും എനിക്കിത് മനസ്സിലായി. കാരണം ഞാൻ പാടത്ത് താമസിച്ചിട്ടുള്ളതെന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ കൂടെ പഠിച്ചൊരു കുട്ടിയുടെ അനിയത്തിയായിരുന്നു അത്. അങ്ങനെ എനിക്ക് അറിയാം. അല്ലാതെ പോയി സംസാരിച്ചിട്ടോ കാര്യം പറഞ്ഞിട്ടോ ഒന്നുമില്ല ഇതുവരെയായിട്ടും. അപ്പോഴത്തേനും ഇവർ ഒരു സമയം വരെ എന്നെ അടിച്ചെന്ന് പറഞ്ഞാൽ മാറി മാറി അടിക്കുമായിരുന്നു കാലിൻ്റെ വെള്ളയ്ക്കും. പിന്നെ ബൂട്ടിട്ട് ചവിട്ടി കാലിൽ. അത് കഴിഞ്ഞിട്ട് മുടി വലിച്ചു പിടിച്ചു, ചെവിയിൽ പിടിച്ചിട്ട് കറക്കി. ചെവിയിൽ മാത്രം ഹാങ് ചെയ്ത് തൂക്കി പിടിച്ചു. അതാ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കറക്കി. അത് കഴിഞ്ഞിട്ട് അങ്ങനെ അടിച്ചിട്ടില്ല. പിന്നെ അത്ര നേരം എന്നെ അടിച്ചിട്ട് പിന്നെ ഇവർ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അതിക്രൂരമായ മർദ്ദനമാണ് 20-കാരൻ നേരിട്ടത്. ഹൃദ്രോഗിയാണ് എന്ന് പറഞ്ഞിട്ട് പോലും, ഒരു ശസ്ത്രക്രിയയ്ക്ക് വിധേയനായിട്ടുള്ള ആളാണെന്ന് പറഞ്ഞിട്ട് പോലും അതീവ ക്രൂരമായിട്ടുള്ള മർദ്ദനമാണ് പിന്നെയും തുടർന്നതെന്നാണ് യുവാവ് പറയുന്നത്. എന്തായാലും സുജു ടി ബാബു പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. സുജു, എന്തുമാകാമെന്ന നിലയിലേക്ക് മാറുകയാണോ സംസ്ഥാനത്തെ പോലീസ്? അതിന്റെ കാഴ്ചയാണോ കൂടൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ഈ യുവാവിനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയിട്ട് ഏതാണ്ട് 3 മണിക്ക് പകൽ പിടിച്ചിട്ട് വന്ന് അടുത്തൊരു ദിവസം രാത്രിയാണ് വിട്ടയക്കുന്നത്. ഈ നേരം ഭക്ഷണം പോലും നൽകാതെ ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് യുവാവും അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനും പറഞ്ഞത്. ആദ്യം പോലീസ് പിടികൂടുന്ന ജ്യേഷ്ഠനെയാണ്. എന്നിട്ട് ആൾ മാറിയുന്ന സംശയത്താൽ പിന്നീട് ഈ 20-കാരനെ വീട്ടിൽ നിന്ന് പിടിച്ചിറക്കിക്കൊണ്ട് പോകുകയായിരുന്നു. അതിനുശേഷം പോലീസിലും പോലീസ് ക്വാർട്ടേഴ്സിലും എത്തി അതിക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് ഇപ്പോൾ യുവാവിൻ്റെ പരാതിക്കാരത്തിൽ പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു. ഡോക്ടർ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചികിത്സാ രേഖയിൽ എഴുതി ചേർത്തിട്ടുമുണ്ട്. അതായത് ഈ കേസിൽ ഇപ്പോൾ ഈ യുവാവ് ആരോപണ വിധേയനായ കേസിൽ യുവാവിന് യാതൊരു പങ്കുമില്ല എന്ന് കണ്ട ശേഷം പോലീസ് വിട്ടയക്കുകയായിരുന്നെന്നാണ് ഇപ്പോൾ കുടുംബം പറയുന്നത്. ഇതിൽ ആരോപണ വിധേയനായിരുന്ന മറ്റു കുട്ടികളെയൊക്കെ പോലീസ് വിട്ടയക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ യുവാവുമായി ആ പെൺകുട്ടിക്ക് യാതൊരു ബന്ധവുമില്ലെന്നാണ് പോലീസ് തന്നെ ഇപ്പോൾ കുടുംബത്തെ അറിയിച്ചിരിക്കുന്നതും പിന്നീട് ഒരു ഉപദേശം നൽകി വിടുക എന്നാണ് രീതിയിലേക്ക് പോലീസ് കടന്നു എന്ന് പറയുന്നത്. എന്തായാലും അതിക്രൂരമായ മർദ്ദനവ് ഏതെങ്കിലും തരത്തിൽ ബന്ധം ഉണ്ടെങ്കിൽ പോലും നടത്തേണ്ട രീതിയിലുള്ള അന്വേഷണമല്ല. കാരണം ആ ശരീരത്തിൽ പാടുകളുണ്ട്. ആ കാൽവിളയിൽ നിന്ന് കണ്ടാൽ തന്നെ മനസ്സിലാകും അതിക്രൂരമായി തന്നെ ചൂരൽ വടി കൊണ്ട് കാൽവിളയെ അടിച്ചിട്ടുണ്ടെന്ന് തന്നെ. ഹൃദ്രോഗത്തിന് സർജറി ചെയ്ത് തന്ന ആ യുവാവിൻ്റെ ഷർട്ട് ഉരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ പാടുകളുണ്ട് ഓപ്പറേഷനുമായി സംബന്ധിച്ച്. അതെല്ലാം ഉണ്ടെന്നിരിക്കുകയാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അതിക്രൂരമായ മർദ്ദനമുണ്ടായെന്ന യുവാവ് ഇപ്പോൾ പരാതിപ്പെടുന്നത്. അതിന് തെളിവായി ചെവിക്ക് പുറകിൽ പോലീസ് ബലം പ്രയോഗിച്ച് പിടിച്ച് പൊക്കിയതിൻ്റെ ആ മുറിപ്പാടുകളും ചിത്രങ്ങൾ സഹിതമാണ് നമ്മൾ മുമ്പിലേക്ക് വെക്കുന്നത്. എന്തായാലും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ച ഉണ്ടായിട്ടെന്ന് തന്നെയാണ് യുവാവിൻ്റെ വെളിപ്പെടുത്തൽ നിന്ന് അല്ലെങ്കിൽ പരാതി നിന്ന് മനസ്സിലാക്കുന്നത്. ഇക്കാര്യത്തിൽ അന്വേഷണമാണ് ആവശ്യപ്പെടുന്നത്. ഈ പീഡന പരാതിയുമായി ബന്ധപ്പെട്ട കേസിലും പോലീസ് ആദ്യം എടുത്ത സമീപനം തെറ്റാണെന്ന തരത്തിലാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളും. അക്ഷയ്.